ഈ തീപിടുത്തം നടന്ന സമയത്ത് സ്ഥാപനത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആക്രിക്കടയിൽ ഉണ്ടായിരുന്ന ആൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ പേരെന്താ? സുരേഷ്. എന്താ സംഭവിച്ചത്? അകത്തുണ്ടായിരുന്ന സമയത്ത്? അകത്തല്ല, ഞങ്ങൾ പുറത്തായിരുന്നു. അവിടെ ജീവനക്കാരനാണോ? അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളാണ്. എന്താ സംഭവിച്ചത്? രാവിലെ തന്നെ പെട്ടെന്നൊരു പുക മാത്രം കണ്ടു. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു പുക കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ ഗോഡൗണിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെള്ളം കൊണ്ട് കൊണ്ട് കയറി അതിൻ്റെ ഉള്ളിൽ കെടുത്താൻ ശ്രമിച്ചു. കെടുത്താൻ ശ്രമിച്ചതിനും പുക ഒന്നിച്ച് ഉള്ളിൽ കയറി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് പുറത്തേക്ക് ചാടി. അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേനും ഫുള്ള പിടിച്ചു കഴിഞ്ഞു. ആകെ കാറ്റും, നല്ലൊരു കാറ്റും അടിച്ച സമയത്ത് അതിന് ആകെ പടർന്നു പോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ വലിയൊരു ശബ്ദത്തോടു കൂടിയാണോ തീപിടുത്തം? ഒരു പൊട്ടാകെ പിന്നെ പൊട്ടൽ തുടങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന്. അത് പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. അല്ല പ്ലാസ്റ്റിക്കൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് പിന്നെ അങ്ങനെ മൊത്തത്തിലുണ്ട് പുറത്തേക്ക് പിടിച്ചു. തെങ്ങുണ്ട്, തെങ്ങിനൊക്കെ കയറി പിടിച്ചു. ഇവിടുത്തെ സ്റ്റാഫാണല്ലോ, അതുകൊണ്ട് അകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിയാമല്ലോ. ഇപ്പോൾ പ്ലാസ്റ്റിക്കും സ്ക്രാപ്പും ബോക്സൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒക്കെ വിലപിടിപ്പുള്ള തന്നെയാണ് ബോക്സൊക്കെ. ഗ്യാസ് കുറ്റികളുണ്ടായിരുന്നു? ഇല്ല, ഗ്യാസ് കുറ്റിയൊന്നുമില്ല. പൊട്ടിത്തെറിക്കാനോ? ഈ ഫ്രിഡ്ജിൻ്റെ വല്ല കംപ്രസർ അങ്ങനെ എന്തെങ്കിലും ഉള്ളൂ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത്ര സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായെന്ന് അറിയില്ല. ഇല്ല, അതെങ്ങനെ സ്പാർക്കാണ് എവിടെ നിന്ന് വന്നതെന്ന് അറിയുന്നില്ല. കറണ്ട് ഒന്നും ഇല്ല അങ്ങോട്ട്. ഇല്ല, വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത സ്ഥലമാണ്. എത്ര പേരുണ്ടായിരുന്നു ഈ സമയത്ത്? 3 ആളുണ്ടായിരുന്നു. 3 ആളും സുരക്ഷിതരാണ്? 3 ആളും ഒരു കുഴപ്പമില്ല. അപ്പം ഇപ്പൊ എത്ര നാളെ ഇവിടെ ഈ സ്ഥാപനം? 2 വർഷമായി. അവിടെ ഇത് 6-7 കൊല്ലമായി ഇത് ഇവിടെ തുടങ്ങി. ആക്രിക്കട ഇവിടെ 6-7 കൊല്ലമായി. നിങ്ങൾ എടുത്തിട്ട് 2 വർഷം? 2 വർഷം. അല്ല, അതല്ല, ഞങ്ങൾ വന്നിട്ട് വർക്കിന് വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. 7 കൊല്ലമായിട്ട് സ്ഥാപനം ഇവിടെ തന്നെ? ഇവിടെ തന്നെ. ഇതുവരെ എങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഇതുവരെയായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ മുന്നേ ആണെങ്കിലും ഒന്നും ഉണ്ടായില്ല. ആദ്യമായിട്ടാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഹാഷ്മിയ അവിടുത്തെ ജോലിക്കാരൻ കൂടിയാണ്. സമയത്ത് തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് അതിനോട് ചേർന്നുണ്ടായിരുന്ന ആൾ കൂടിയാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതായത് ഒരു ഭീകര ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറി ഉണ്ടാകുന്നു, പിന്നീട് അത് തീപിടുത്തത്തിലേക്ക് കടക്കുന്നു. ഇവർ ആദ്യഘട്ടത്തിൽ ഇവർ തന്നെ ആ തീപിടുത്തം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ അത് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല. വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടി ആളിക്കത്തുകയായിരുന്നു. ഈ സമീപത്തുണ്ടായിരുന്ന തീപിടിച്ചാൽ ആളിക്കത്തുന്ന വസ്തുവിലേക്ക് ഇത് പിടിച്ചതോടുകൂടി വീണ്ടും ഒരു പ്രതിസന്ധി സമയമായിരുന്നു. പിന്നീട് ആണ് ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. ഫയർഫോഴ്സ് വന്ന് ആ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും ഈ വശങ്ങളിൽ തീ പൂർണ്ണമായി അടയ്ക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. അത് ഫയർഫോഴ്സ് ശക്തമായി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മധ്യഭാഗത്താണ് ഏറ്റവും കൂടുതൽ വസ്തുക്കൾ ഉണ്ടായിരുന്നത്. പ്ലാസ്റ്റിക്കും അടക്കമുള്ള ഈ ഫ്രിഡ്ജിൻ്റെ സ്ക്രാപ്പുകളും അടക്കം തീ കത്താൻ ഉതകുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നത് അതിൻ്റെ മധ്യഭാഗത്താണ്. അവിടെയാണ് ഇപ്പോൾ വലിയ തീപിടുത്തം നമുക്കിപ്പോഴും കാണാം. ആ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഈ കൊച്ചിയിൽ കണ്ടിട്ടുള്ളത് ബ്രഹ്മപുരം തീപിടുത്തം ഉണ്ടായപ്പോഴൊക്കെ നമുക്ക് ഇതേ ദൃശ്യങ്ങൾ ഇങ്ങനെ കറുത്ത പുക ആകാശത്തേക്ക് ഉയരുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ തുടർച്ചയായി കണ്ടത് അവിടെയാണ്. അതിനെ അനുസ്മരിപ്പിക്കും വിധം ഇപ്പോഴും ഇവിടെ കാണാം. നമുക്ക് ഈ ദൃശ്യങ്ങൾ ക്യാമറമാൻ അനുഭവം അല്പം വലത്തേക്ക് തിരിച്ചാൽ ആ പ്ലാസ്റ്റിക്കിലേക്ക് വീണ്ടും കൂടുതൽ തീ ഇപ്പോൾ ആളിപ്പടരുന്നത് കാണാം. അവിടെ ഇതുവരെ തീ പിടിക്കാനൊരു ഭാഗമായിരുന്നു, അവിടേക്ക് കൂടി ഈ തീ ആളിപ്പടരുന്നുണ്ട്. ഇപ്പോൾ ആ തീ അവിടേക്ക് ആളിപ്പടരുന്നതാണ് കാണുന്നത്. അതും തുടക്കത്തിൽ തന്നെ അണച്ചാൽ അത്ര വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാനാകും. അതുകൊണ്ട് ഫയർഫോഴ്സ് ആ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഇലക്ട്രിക് അവിടെ ആദ്യഘട്ടത്തിൽ തീ അണയ്ക്കാൻ അവർ തന്നെ ഒന്ന് ശ്രമിച്ചു. പക്ഷേ ഈ വലിയ തീപിടുത്തത്തിൽ അവരുടെ ശ്രമങ്ങളൊന്നും വിലപ്പോയില്ല. അതിനുശേഷം ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് എത്തിയിട്ട് പോലും തീ നിയന്ത്രണ വിധേയമായി എന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ശ്യാംകുമാർ ചെയ്യുന്നു. ശ്യാം, തീ ഒന്ന് ഒതുങ്ങുന്നു എന്നല്ലാതെ അത് നിയന്ത്രിക്കപ്പെട്ടു എന്ന് പറയാനായോ? ഹാഷ്മി, തീ ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങി, അല്ലാതെ ഒന്നും നിയന്ത്രിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കെട്ടിടത്തിന്റെ പുറകുവശത്താണ്. ആ വശത്താണ് നേരത്തെ അശ്വിൻ പറഞ്ഞ പോലെ തീ ആളിപ്പടർന്ന് വ്യാപിക്കുന്നത് കാണുന്നത്. അവിടെ പുക ഉൾപ്പെടെയുണ്ട്. സമീപത്തുള്ള കെട്ടിടങ്ങളിലെ ആളുകളൊക്കെ ചെറിയ ഓസുകൾ ഉപയോഗിച്ചാണെങ്കിൽ പോലും വെള്ളമടിച്ച് അങ്ങോട്ട് തീ വ്യാപിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫയർഫോഴ്സ് വളരെ ചൂടത്ത് നിന്നുകൊണ്ട് തന്നെ അവർ ആ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മറുവശത്ത് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കാട് പിടിച്ച് കിടന്ന സ്ഥലത്തേക്കാണ് തീ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, അവിടെ നിന്ന് പുകയും തീയും ഉയരുന്നത് കാണാം. അതിന്റെ നടുക്കുഭാഗത്താണ് കൂടുതൽ സാധനങ്ങൾ ആളി കത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ കത്തി പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഇവിടെ കൂടുതലായിട്ട് ഉള്ള സ്ഥലമാണ്. അവിടെയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലായിട്ട് തീ ആളി പടർന്നുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു കച്ചേരി അവിടെയുണ്ട്. വിഷ്ണു കച്ചേരിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തീ ആ നടുക്ക് ഭാഗത്ത്, ആ ആക്രിക്കട ഉണ്ടായിരുന്നതിന്റെ നടുക്ക് ഭാഗത്തേക്കാണ് ആ തീ ആളിപ്പടർന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ വളരെ തീയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ട് തന്നെ തീ വ്യാപിക്കാതിരിക്കാനായിട്ട് അവർ അവിടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തീ ആ കെട്ടിടത്തിന്റെ നടുക്കാണ് ഇപ്പോൾ ആളിപ്പടരുന്നത്. ചുറ്റുവട്ടമുള്ള തീ നിയന്ത്രിക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് നമ്മൾ നിൽക്കുന്ന ഈ വീടിനോട് ചേർന്നുള്ള ഈ സ്ഥലത്താണ് തീ ആളിപ്പടരുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. ആ വലിയ രീതിയിൽ തീ വ്യാപിക്കുന്നു. അത് ആ തീപിടുത്തം ഉണ്ടായതിന്റെ നടുക്കുവശത്തേക്കുള്ള കാഴ്ചയാണ് കാണുന്നത്. സമീപത്തുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അത്ര
തീ ആളി പടരുന്നതും കൂടുതൽ പ്രദേശത്തേക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയാത്ത രീതിയിൽ തീ കത്തുന്നതുമായ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റ് ഇപ്പോൾ ഈ മതിലിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങോട്ട് തീ കൂടുതൽ വ്യാപിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. കനത്ത പുകയിലും ചൂടിലുമാണ് അവരും നിൽക്കുന്നത്. ഇടുങ്ങിയ വഴിയായതിനാൽ രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇതിന് ചുറ്റും മതിൽ കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ ആ ഷീറ്റുകൾ പൊളിച്ചു നീക്കിയാൽ മാത്രമേ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് ഫയർഫോഴ്സ് യൂണിറ്റിന് എത്തുകയുള്ളൂ. തൊട്ടടുത്തുള്ള വീടിന്റെ ഓസുകൾ ഉൾപ്പെടെ കനത്ത ചൂടിൽ കത്തി വളഞ്ഞുപോയ ആ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഫയർഫോഴ്സിന് നേരത്തെ നിന്ന സ്ഥലത്തേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. കാരണം ചുറ്റും മതിലുകൾ കൊണ്ട് കെട്ടിയടച്ച ഒരു വലിയ പറമ്പിന്റെ ഉള്ളിലാണ് ഈ ആക്രിക്കട പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ തീ വ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഏറ്റവും അടുത്ത് നിന്ന് തീ വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇടുങ്ങിയ വഴി അവരുടെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമാണ്. ഫയർ എഞ്ചിനുകൾ എത്തിയാലും അങ്ങോട്ട് എത്തിച്ചേരാനുള്ള ഇടുങ്ങിയ വഴി നടക്കുന്നില്ല. എങ്ങനെയാണ് ഇവിടെ ഇത്തരത്തിലൊരു ആക്രിക്കട ഇത്തരം അപകട സാധ്യതയുള്ള സാധനങ്ങളുമായി പ്രവർത്തിച്ചത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിന് ആര് അനുമതി കൊടുത്തു എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ഒരു അപകടം ഉണ്ടായാൽ അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എപ്പോഴും സാധിക്കാത്ത ഇടുങ്ങിയ വഴിയിൽ ഇത്തരമൊരു സ്ഥാപനം എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഏതായാലും ഇപ്പോഴും തീ ആളിപ്പടത്താണ്. തീ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ഫ്രിഡ്ജും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ കൂട്ടിയിട്ട ആ കെട്ടിടത്തിന്റെ നടുക്ക് ഭാഗത്താണ് തീ ഇപ്പോൾ കൂടുതലായിട്ട് ആളി പടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് എത്താൻ ഫയർഫോഴ്സിന് സാധിച്ചിട്ടില്ല. പൊട്ടിത്തെറികളുടെ ശബ്ദങ്ങൾ പലതവണയായി നമ്മൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ കെട്ടിടത്തിന്റെ ഈ സ്ഥാപനത്തിന്റെ ഉടമ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജുകളുടെയും മറ്റും കംപ്രസറുകൾ പൊട്ടിത്തെറിക്കുന്നതാണത്. ഏതായാലും ആ പ്രദേശത്ത് തീയും കനത്ത വിശപ്പുകയും തിങ്ങി. എന്തായാലും വലിയ ഒരു ഏക്കറൊക്കെ ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഒരു വലിയ ഏരിയയിലാണ് ഈ വലിയ ആക്രിക്കട. അത് ജനവാസ മേഖലയാണ്. ഈ സ്ഥലത്തെ പറ്റിയുള്ള എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിനടുത്ത് വലിയ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അങ്ങനെ ഒരു മേഖലയിൽ എങ്ങനെയാണ് ഇത്തരം വലിയൊരു സംവിധാനം അവിടെ പ്രവർത്തിക്കുക എന്ന ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. അത് അടക്കം 1 മണിക്കൂറുകളിൽ ചർച്ചയാകും ഈ വലിയ തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന കാര്യവും ഉറപ്പാണ്. ഇന്ന്